ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. ശ്രീ സായീശ്വരൻ്റെ അത്ഭുത ലീലകൾ കണ്ടും കേട്ടും എൻ്റെ ഹൃദയം പ്രേമപൂർണമായി. ആ ആനന്ദധാര രൂപം കൊണ്ടതാണ് ഈ ഗ്രന്ഥം. ഇഹലോക ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന് ഈശ്വര കഥകൾ കേൾക്കുകയാണ്. സായീശ്വരൻ്റെ വിസ്മയ ലീലകൾ കേൾക്കുന്നത് ആനന്ദകരവും ആശ്ചര്യകരവുമായിരിക്കും. കഥ കേൾക്കുന്നവരുടെ പാപങ്ങൾ ദഹിച്ചു പോകും. പക്ഷേ ഒരു ഋഷിയുടെ ജീവിതം എഴുതുക എന്നത് അതിസാഹസം. ഋഷിക്കു മാത്രമേ മറ്റൊരു ഋഷിയെ അറിയാനാകൂ. ഞാനോ പാമരൻ, അടുത്ത സുഹൃത്തുക്കളെ പോലും വേണ്ട വിധം മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തവൻ. ഞാൻ എങ്ങനെ അവതാരത്തിൻ്റെ മാഹാത്മ്യം കീർത്തിക്കും? വേദങ്ങൾ പോലും മടിച്ചു നിൽക്കുന്ന ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെ അവതാര ചരിതം വിവരിക്കും? അസാധ്യമാണത്. സപ്തസാഗരങ്ങളിലെ ജലം അളക്കാൻ കഴിഞ്ഞേക്കാം. ആകാശം മുഴുവനും വസ്ത്രം കൊണ്ട് മൂടാനും സാധിച്ചേക്കും. പക്ഷേ ഒരു ഋഷിയെ മനസ്സിലാക്കുക അസാധ്യം. മഹാപ്രഭു സായീശ്വര, കരുണ ചൊരിഞ്ഞാലും അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ ഈ ഉദ്യമം നിറവേറൂ. അവിടുത്തെ അവതാര മഹിമ പാടാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ വലിയ കാര്യത്തിന് ഞാൻ ശ്രമിച്ചാൽ ലോകം എന്നെ പരിഹസിക്കും. അങ്ങ് അതിൽ നിന്നും എന്നെ രക്ഷിച്ചാലും ഇല്ല, ഞാൻ ഭയക്കുന്നില്ല. കാരണം ഋഷിമാരുടെ ജീവിത കഥ എഴുതുന്നവൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണെന്ന് ജ്ഞാനേശ്വരൻ അരുളിയിട്ടുണ്ട്. ഈ അമൃതകഥ എഴുതാനുള്ള പ്രചോദനം എനിക്ക് നൽകിയത് അവിടുന്ന് തന്നെയല്ലേ? ഞാൻ മന്ദമതിയെങ്കിലും അങ്ങയുടെ കാര്യങ്ങൾ ഭംഗിയായി എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യിക്കണമെന്ന് അവിടുത്തേക്കറിയാം. ഏത് രീതിയിലാണോ സ്വഭക്തൻ തന്നെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഔവിധം ഭക്തന്മാരെ കൊണ്ട് സേവനം ചെയ്യിക്കുന്നതും അവിടുന്ന് തന്നെ. പിന്നെ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ സുരക്ഷിതൻ തന്നെ. ഋഷീശ്വരൻ പ്രചോദനമേകുന്നതോടെ ഭക്തൻ പണിയായുധമായി മാറും. അങ്ങനെ അക്കാര്യം വിജയത്തിൽ കലാശിക്കും. ഇതിനുദാഹരണങ്ങൾ അനവധി. ശകവർഷം 17-ാം നൂറ്റാണ്ടിൽ മഹീപതി ഇങ്ങനെ ഋഷീശ്വരന്മാരാൽ പ്രചോദിതനായി അവരുടെ ചരിതം എഴുതി. അത് സജ്ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ ദാസ്കനുവിന് ഋഷിചരിതം എഴുതാൻ പ്രേരണയുണ്ടായി. ആ സേവനവും ഋഷിമാർ സ്വീകരിച്ചു. ഭക്തവിജയം, സന്തവിജയം, ഭക്തലീലാമൃതം, സന്ത് കഥാമൃതം, ഈ 4 ഗ്രന്ഥങ്ങൾ ദാസ്കനു രചിച്ചതാണ്. ആധുനിക ഋഷിമാരുടെ ജീവിതചരിതമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭക്തലീലാമൃതം, സന്ത് കഥാമൃതം എന്നീ ഗ്രന്ഥങ്ങളിൽ സായീശ്വരൻ്റെ അതിമധുരമായ പുണ്യകഥകളും അവിടുത്തെ സന്ദേശങ്ങളും ഇമ്പമായി വിശദീകരിച്ചിരിക്കുന്നു. പ്രിയ സജ്ജനങ്ങളെ, ഇതെല്ലാം വായിച്ചാലും ശ്രീമതി സാവിത്രിബായി രഘുനാഥ് ടെൻഡുൽക്കർ സായിബാബയുടെ അത്ഭുത ലീലകൾ എന്ന ചെറിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആമിദാസ് ഭവാനി മേത്ത ഗുജറാത്തിയിൽ സായി കഥകൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ സായി പ്രഭ എന്ന പേരിൽ ബാബയുടെ ഒരു ലീലാകഥാസമാഹാരം സായി ഭക്തന്മാർ പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ സായിയെക്കുറിച്ച് തന്നെ ഇപ്പോഴുണ്ട്. ഇനി എന്തിന് പുതിയൊരു സായി ചരിതം എന്ന് വായനക്കാർക്ക് തോന്നാം. അത് സ്വാഭാവികം. അതിനുള്ള ഉത്തരം അതിലളിതം. കേൾക്കൂ. സായീശ്വരൻ്റെ ജീവിതം സാഗരതുല്യം. അതനന്തം. ആ സമുദ്രത്തിൽ മുങ്ങിത്തപ്പുന്ന ആർക്കും ജ്ഞാനവും ഭക്തിയുമാവുന്ന അമൂല്യ രത്നങ്ങൾ ലഭിക്കും. താല്പര്യമുള്ളവർക്ക് അത് വാരി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായീശ്വരൻ്റെ ഉപദേശങ്ങളും കഥകളും അത്യന്തം വശീകരണ ശക്തി ഉള്ളതാണ്. അത് കേൾക്കുന്ന ജനങ്ങളുടെ വിശപ്പും ദാഹവും ദുഃഖവും അകലും. മനസ്സ് ശാന്തിപൂർണമാകും. ലൗകിക ക്ലേശങ്ങളിൽ നിന്നും മനസ്സ് ഈശ്വര ചിന്തയിലേക്ക് ഒഴുകും. വേദോപമമാണ് സായീശ്വരൻ്റെ അമൃതവചനങ്ങൾ. അത് കേട്ട് മനനം ചെയ്യുന്നവർക്ക് സാധിക്കാത്തതായി യാതൊന്നുമില്ല. മാത്രമല്ല ഈശ്വര സാക്ഷാത്കാരം വരെ ലഭിക്കും. അതിനാൽ സായിനാഥൻ്റെ കഥകൾ സമാഹരിക്കാനും എഴുതാനും ഞാൻ തീരുമാനമെടുത്തു. മാത്രമല്ല ഇനി അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം. സായീശ്വരനെ നേരിട്ട് കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഈ ഗ്രന്ഥം അനുഗ്രഹമേകും. ഈ വിധ ചിന്തകളാൽ ഞാൻ ഓരോ സംഭവങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അതിനായി എനിക്ക് ബുദ്ധിയേകിയതും സായീശ്വരൻ തന്നെ. ഇനി ഗ്രന്ഥരചനയ്ക്ക് ബാബയുടെ അനുവാദവും അനുഗ്രഹവും അത്യാവശ്യം. നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഭയം. ബാബയുടെ അടുത്ത ഭക്തനാണ് ശ്യാമ. എൻ്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആരുമില്ലാത്ത ഒരു സമയം അദ്ദേഹം ബാബയോട് ഈ കാര്യം ഉണർത്തിച്ചു.
ബാബ, ഈ അന്നാ സാഹേബ് അവിടുത്തെ ദിവ്യ ജീവചരിതം എഴുതാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തടസ്സം പറയരുത്. ഞാൻ ഭിക്ഷാന്തേഹിയാണെന്നും യാചകന്റെ ചരിതം എഴുതിയാൽ ജനങ്ങൾ പരിഹസിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഒഴിയരുതേ. അവിടുന്ന് ചെപ്പിൽ സൂക്ഷിക്കേണ്ട മണിരത്നമാണെന്ന് ഞങ്ങൾക്കറിയാം. സായിശ്വര, അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഈ കൃതി വിജയകരമായി അദ്ദേഹം എഴുതും. എൻ്റെ അന്തർഗതം പ്രാർത്ഥനാ ഹൃദയേശ്വരനായ സായിനാഥൻ അറിഞ്ഞു. അവിടുന്ന് കൃപാപൂർവം അരുളി, അവൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. ഞാൻ ഉടൻ ആ തൃപാദങ്ങളിൽ ശിരസർപ്പിച്ചു. കരുണാമയൻ തൃക്കൈ എൻ്റെ ശിരസിൽ വെച്ചു. അതിനുശേഷം ഉധി നൽകി. പിന്നീട് പ്രക്ഷുബ്ധമായ എൻ്റെ മനസ്സിന് ശാന്തിയേകാനായി അവിടുന്ന് അരുളി, വിശ്വസനീയമായ അനുഭവങ്ങളും കഥകളും ശേഖരിക്കൂ. അതിൻ്റെ കുറിപ്പും തയ്യാറാക്കുക. ഞാൻ നിന്നെ സഹായിച്ചു കൊള്ളാം. ഭക്തൻ വെറുമൊരു ബാഹ്യോപകരണം മാത്രം. ഞാൻ ഭക്തനിൽ കൂടി എൻ്റെ ചരിതം എഴുതും. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷേ അതിനായി അയാൾ സ്വന്തം അഹങ്കാരം എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. ആർക്കാണോ അതിന് കഴിയുന്നത് അയാളെ ഞാൻ സമ്പൂർണ്ണം സഹായിക്കും. അവന് വേണ്ടി ഞാൻ എല്ലാവിധത്തിലും പ്രയത്നിക്കും. അഹങ്കാരവും അഹന്തയും ലേശം പോലും ഇല്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം അയാളിൽ കുടികൊണ്ട് എൻ്റെ കൈകളാൽ തന്നെ ഗ്രന്ഥം എഴുതുന്നതാണ്. താങ്ക് യു. Please like, share and subscribe.